സർ, RSS കേരളത്തിൽ നടത്തുന്ന നവോത്ഥാന പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ ഇപ്പം ചർച്ചയാവുകയാണ്. പ്രധാനമായിട്ടും KS രാധാകൃഷ്ണൻ സാറെ പോലുള്ളവർ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ അഭിപ്രായത്തിൻ്റെ അടിസ്ഥാനത്തിൽ ശബരിമലയിലെ തന്ത്രിമാർ അല്ലെങ്കിൽ ആ കുടുംബം, താഴമൺ കുടുംബം, അവിടുത്തെ പല കാര്യങ്ങൾക്ക് അശുദ്ധി വരുത്തിയിരിക്കുന്നു, അവരെവിടെ നിന്ന് ഇറക്കണം എന്നുള്ള രീതിയിലാണ് അദ്ദേഹം അഭിപ്രായം രേഖപ്പെടുത്തിയത്. BJP നേതൃത്വം പോലും അതിനെതിരെ തിരിയുന്ന ഒരു പ്രവണത ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ തന്ത്രവിദ്യാപീഠം പോലുള്ള സ്ഥാപനങ്ങൾ, അബ്രാഹ്മണരായിട്ടുള്ള ആളുകൾക്ക് പോലും തന്ത്രവിദ്യ പഠിച്ചുകൊണ്ട് പൂജ ചെയ്യാമെന്ന് പറയുന്ന സ്ഥാപനം കൊണ്ടുവന്നത് തന്നെ ഈ RSS പ്രവർത്തകനായിട്ടുള്ള പ്രചാരകരായിട്ടുള്ള മാധവ്ജിയെ പോലുള്ള ആളുകളാണ്. അത് 70കളിലെ സ്ഥാപിതമായതാണ്. അപ്പോൾ ആ ഒരു RSSന്റെ നിലപാടാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ അനുകൂലിച്ചുകൊണ്ട് കുറേ പേര് വരുന്നുണ്ട്. എങ്ങനെയാണ് സാർ ഈ ഒരു അഭിപ്രായത്തെ? ഇത് വളരെ പ്രോഗ്രസീവായിട്ടുള്ളൊരു നിലപാട് തന്നെയാണോ? അല്ല, പ്രോഗ്രസീവ് എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഇപ്പം ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് തന്ത്രിയുടെ പങ്കെന്ത് എന്ന ചോദ്യം വളരെ പ്രധാനമാണ്. ഞാൻ തുടക്കം മുതൽ കരുതുന്നു തന്ത്രി അറിയാതെ അവിടെ കൊള്ള നടക്കില്ല, അത് ഉറപ്പാണ്. ഒരുപക്ഷെ അദ്ദേഹം, ഞാൻ ഇങ്ങനെ അങ്ങനെ സമ്മതിച്ചു, കുറേ അതിന് വേണ്ടപ്പെട്ട ഓഫീസർമാരും അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരും അല്ലെങ്കിൽ ബോർഡ് പ്രസിഡന്റോ അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ പറഞ്ഞപ്പോൾ എന്നാൽ ശരി കൊണ്ടുപോട്ടെ എന്ന് പറഞ്ഞു എന്ന് വളരെ ലാഘവത്തോടെ എടുത്താൽ പോലും ഈ അനുജ്ഞ എന്ന് പറയുന്ന അനുജ്ഞ എന്താണെന്നുള്ളത് ഇപ്പോഴും എനിക്ക് സംശയമുണ്ട്. ഭഗവാന്റെ അനുമതി എന്ന് പറഞ്ഞാൽ തന്ത്രിയുടെ അനുമതിയാണ് അനുജ്ഞ എന്ന് പറഞ്ഞാൽ അനുമതി എന്ന്. അപ്പോൾ ഇത് കൊണ്ടുപോകാൻ അനുജ്ഞ, അവിടുത്തെ ഏത് കാര്യം ചെയ്യാനും അനുജ്ഞ വേണം. അനുജ്ഞ കൊടുക്കുന്ന ആൾ തന്ത്രിയാണ് എന്നതുകൊണ്ട് തന്ത്രി ഇതിൽ അറിയാതിരിക്കില്ല എന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല. അവിടെ ഒരുപാട് ക്രമക്കേടുകളും മോഷണങ്ങളും ഒക്കെ നടന്നിട്ടുണ്ട്. അത് SIT അന്വേഷിക്കുന്നു, കൊടുക്കുന്നു ഒക്കെ. തന്ത്രിയെ പ്രതിയാക്കിയപ്പോൾ അതിനെതിരെ വന്ന ആളുകൾ പലരും പല രൂപത്തിൽ, തന്ത്രി മകനാണ്, അദ്ദേഹം ഒരിക്കലും വരില്ല, അദ്ദേഹത്തെ കൊണ്ടുവന്നത് മന്ത്രിയെ രക്ഷിക്കാനാണ് തുടങ്ങിയ വാദങ്ങളൊക്കെ വന്നു. പക്ഷെ ഒരു ക്രിമിനൽ കേസിൽ ഇതൊന്നും ബാധകമല്ല എന്നെ സംബന്ധിച്ചിടത്തോളം. ക്രിമിനൽ കേസിൽ നിങ്ങളുടെ വിശ്വാസത്തിന് ഒരു പ്രസക്തിയില്ല. കാരണം എന്താ, ഒരാളെ കൊന്നാൽ അത് അയാളുടെ വിശ്വാസം സംരക്ഷിക്കാനാണ് കൊന്നതെന്ന് പറഞ്ഞാൽ കൊലപാതകമല്ല ഉണ്ടാവും, ഇല്ലല്ലോ. ഒരു ക്രിമിനൽ കുറ്റം നിങ്ങൾ ചെയ്തിട്ട് ഞാൻ എൻ്റെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ക്രിമിനൽ കുറ്റം ചെയ്തത്, മോഷണം നടത്തിയത് അല്ലെങ്കിൽ മോഷണത്തിന് കൂട്ടുനിന്നത് എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും അത് ന്യായീകരിക്കാൻ പറ്റില്ല. വിശ്വാസം അതിലൊരു വിഷയമേ അല്ല. കാരണം ക്രിമിനലിൽ അങ്ങനെയില്ലല്ലോ. അപ്പോൾ ഇന്ത്യൻ ക്രിമിനൽ നിയമം വളരെ മതേതരമായ, അത് വിശ്വാസത്തിനൊക്കെ അപ്പുറത്തുള്ള യുക്തിയും തെളിവും അടിസ്ഥാനപ്പെടുത്തിയുള്ളതാണ്. അതിൽ പ്രശ്നങ്ങളുണ്ടാവും, അതൊക്കെ വേറെ വിഷയം. പക്ഷെ ഇവിടെ എന്താ സംഭവിച്ചത്? ഇവിടെ തന്ത്രി കുടുംബത്തിന് വീണ്ടും അധികാരം കൊടുക്കണോ, അല്ലെങ്കിൽ തന്ത്രി നട തുറക്കുമ്പോൾ ആരായിരിക്കണം തന്ത്രിയായി വരേണ്ടത്? യഥാർത്ഥത്തിൽ അവിടെ ചില വിഭജനങ്ങളൊക്കെ ഉണ്ട്. ചേട്ടനും അനിയന്മാരും മക്കള് മോഹനര്, കണ്ഠര് മോഹനര്, അല്ലെങ്കിൽ ഇവരൊക്കെ ആയിട്ട് ബന്ധമുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ ഈ പറഞ്ഞ വിവാദമായ തന്ത്രി, ആ തന്ത്രിയുടെ മകനെ കൊടുക്കണമെന്നും എനിക്ക് ആരോഗ്യപരമായ പ്രശ്നമുണ്ട് എന്നും പറഞ്ഞ് അദ്ദേഹം കത്ത് കൊടുക്കും ബോർഡിന്, ദേവസ്വം ബോർഡിന് കത്ത് കൊടുക്കും. എനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. ആരോഗ്യ പ്രശ്നം മാത്രമല്ല, നമുക്കറിയാം അദ്ദേഹം പ്രതിയായി ജയിലിൽ കിടന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തിന് ധാർമ്മികമായും ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ അദ്ദേഹത്തിൻ്റെ മകൻ അങ്ങനെയാവുന്നതിന് ഞാൻ നിയമപരമായി തെറ്റില്ല. കാരണം അച്ഛൻ കൊലയാളിയാന്നുള്ളതുകൊണ്ട് മകന് ശിക്ഷയൊന്നുമില്ലല്ലോ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ. അപ്പോൾ ക്രിമിനൽ കേസിൻ്റെ പശ്ചാത്തലത്തിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അച്ഛൻ കുറ്റവാളിയാണെങ്കിൽ പോലും മകന് അത് കൊടുക്കാം. ഇതാണ് ക്രിമിനൽ നിയമത്തിൻ്റെ സംഗതി. ഇപ്പോൾ ദേവസ്വം ബോർഡ് എന്ത് ചെയ്തു? ഇത് ഹൈക്കോടതിക്ക് വിട്ടു. ഹൈക്കോടതിയാണല്ലോ തീരുമാനിക്കുന്നത്, മുരളീധരൻ പറഞ്ഞ പോലെ. അപ്പോൾ അത് വിട്ടു, അതവിടെ നിൽക്കട്ടെ. നമുക്ക് KS രാധാകൃഷ്ണൻ്റെ അഭിപ്രായത്തിലേക്ക് വരാം. KS രാധാകൃഷ്ണൻ്റെ അഭിപ്രായം ഈ പറഞ്ഞതുപോലെ അദ്ദേഹം ബ്രാഹ്മണ്യം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ജന്മം കൊണ്ടുള്ളതല്ല, കർമ്മം കൊണ്ടുള്ളതാണ് എന്നതാണ് RSSന്റെ വാദം എല്ലാ കാലത്തും. ഇതൊക്കെ വാദം തന്നെയുള്ളൂ. അപ്പം ഞാൻ വളരെ ലളിതമായി RSSകാരോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. അതായത് ഗുരുവായൂരും ശബരിമലയും ബ്രാഹ്മണരല്ലാത്ത, ഞാൻ 2 പ്രധാന ക്ഷേത്രങ്ങൾ പറഞ്ഞതാണ്, ബ്രാഹ്മണർ കുലത്തിലല്ലാത്ത ശാന്തി സ്കൂളിൽ പഠിച്ച ഒരാൾക്ക് കൊടുക്കാൻ തയ്യാറാവുമോ നിങ്ങൾ? RSS എന്നല്ല, ഇവിടെ ആരും തയ്യാറാവില്ല. അല്ല, അതിന് പക്ഷേ യഥാർത്ഥത്തിൽ ദേവസ്വം ബോർഡല്ലേ മുൻകൈ എടുക്കുക? അല്ല, ദേവസ്വം ബോർഡ് മുൻകൈ എടുത്താലും ഇവരെന്തായിരിക്കും ഒരു നിലപാട്? ശബരിമല സ്ത്രീ പ്രവേശനത്തിന് എന്തായിരുന്നു നിലപാട്? ആദ്യം RSS അനുകൂലിച്ചല്ലേ ശബരിമല സ്ത്രീ പ്രവേശനത്തിന്, പിന്നെ RSS അല്ലേ ഇവിടെ ഏറ്റവും കൂടുതൽ ചാടി വീണേ. ഞാൻ പറഞ്ഞു വന്നത് ഇതൊരു ട്രിക്കി പൊസിഷനാണ്. എന്ന് പറഞ്ഞാൽ അത് പറ്റില്ല, വേറെ ചില ക്ഷേത്രങ്ങളിലൊക്കെ ആക്കാം. ശബരിമലയും അല്ലെങ്കിൽ ചോറ്റാനിക്കരയോ അല്ലെങ്കിൽ ഗുരുവായൂരോ അതുപോലെയുള്ള ക്ഷേത്രങ്ങളിൽ പറ്റില്ല. എന്താ പറ്റാത്തത്? അവിടെ മാത്രം എന്താ പ്രശ്നം? 2, തന്ത്രിയുടെ പ്രത്യേക അധികാരം. തന്ത്രിക്ക്, ഞാൻ പൂജ കഴിച്ചിട്ടുള്ള ഒരാളാണ്, അതുകൊണ്ട് പറയുകയാണ്, തന്ത്രിക്ക് ദേവന്റെ പിതാവിൻ്റെ അവകാശം. ദേവൻ എപ്പോഴും കുട്ടിയാണ്. ദേവനെ കുട്ടിയായിട്ടാണല്ലോ നിയമം പോലും കാണുന്നത്.
ദേവന്റെ പിതാവിന്റെ അവകാശം തന്ത്രിക്കുണ്ട് എന്നാണ് പൊതുവെ അവകാശപ്പെടുന്നത്. തന്ത്രിയാണ് പ്രതിഷ്ഠ നടത്തുന്നത്. അതുകൊണ്ട് അപ്പൊ തന്ത്രി ഒരു കുടുംബമാണ്. നമ്മുടെ നാട്ടിൽ പഴയ കാലത്തുള്ള എല്ലാ ക്ഷേത്രങ്ങളിലെയും തന്ത്രിമാർ ബ്രാഹ്മണരാണ്. ഇപ്പോൾ ഇവിടെയാണെങ്കിലും തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ തരനല്ലൂർ മനിയാണ്, ഗുരുവായൂർ ക്ഷേത്രത്തിൽ ചേന്നാസ് മനിയാണ്, ഇവിടെയാണെങ്കിൽ ഇവരാണ് മോഹനര് കണ്ഠരര് അവരൊക്കെയാണ്, താഴമണാണ്. അപ്പോൾ ഇതൊക്കെ മനകളാണ്. അവരുടെ ആളുകൾക്ക് മാത്രമേ അവിടെ അവകാശമുള്ളൂ എന്ന് നമ്മുടെ ചില സിസ്റ്റത്തിൽ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ അതൊരു കുടുംബപരമായ ഒരു തറവാട്ട് അവകാശം എന്നുവെച്ചാൽ ഹെറിഡിറ്ററി ആയിട്ട് വരുന്നൊരു അവകാശമുള്ള അർത്ഥത്തിൽ അത് വരുമ്പോൾ പിന്നെ ആ കുടുംബത്തിലുള്ള ആളിന് വേണ്ടേ? അതാണ് നിങ്ങളുടെ നീതിയെങ്കിൽ പിന്നെ കെ.എസ്. രാധാകൃഷ്ണൻ പറയുന്നതിൽ കാര്യമില്ല, കാരണം അദ്ദേഹത്തിന്റെ മകനാവാം. പക്ഷേ അദ്ദേഹം ചോദിച്ച വലിയ ചോദ്യമുണ്ട്. ആ വലിയ ചോദ്യം ഇതാണ്: ബ്രാഹ്മണ്യം കർമ്മം കൊണ്ടാണ് ഉണ്ടാവുന്നില്ല. അതുകൊണ്ടാണല്ലോ മറ്റേ സ്കൂള്, ശാന്തി സ്കൂളും തന്ത്ര വിദ്യാപീഠം ഒക്കെ സ്ഥാപിച്ചത്. ശാന്തി പഠിപ്പിക്കുന്ന സ്കൂള്, തന്ത്രവിദ്യാപീഠം, ഇതൊക്കെ സ്ഥാപിച്ചു. ഇപ്പൊ പറവൂർ ശ്രീധരൻ തന്ത്രി നമുക്കറിയാം. അദ്ദേഹം വളരെ ബഹുമാന്യനായ, വളരെ സ്വീകാര്യനായ ഒരാളായിരുന്നു. അദ്ദേഹം ബ്രാഹ്മണനായിരുന്നില്ല ജന്മം കൊണ്ട്, പക്ഷെ അദ്ദേഹത്തിന്റെ രീതികൾ. അപ്പോൾ ആ അർത്ഥത്തിൽ എന്തുകൊണ്ട് അങ്ങനെ ആയിക്കൂടാ? അപ്പോൾ നവോത്ഥാനവും സംബന്ധിച്ച് RSSന്റെ നിലപാട് എന്താണ്? നവോത്ഥാനത്തിൽ RSSന്റെ നിലപാടിനെ കുറിച്ചൊന്നും ഞാനിപ്പോൾ ചർച്ച ചെയ്യുന്നില്ല. അത് വേണമെങ്കിൽ നമുക്ക് വേറെ ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. പക്ഷേ ഇപ്പോൾ ക്ഷേത്രപ്രവേശന വിളംബരം യഥാർത്ഥത്തിൽ അയ്യങ്കാളി പറഞ്ഞ പോലെ ഹിന്ദു അജണ്ടയായിരുന്നു. കാരണം ഹിന്ദുക്കൾ മറ്റു മതങ്ങളിലേക്ക് പോകാതിരിക്കാൻ ഹിന്ദു ക്ഷേത്ര ഈ ബ്രാഹ്മണ ക്ഷേത്രം, അന്ന് ഹിന്ദു ക്ഷേത്രം എന്ന് പറയാൻ പോലും പറ്റില്ല. ഞാനിതിനെ ഹിന്ദു ക്ഷേത്രം എന്നൊന്നും പറയുന്നില്ല. കാരണം ഹിന്ദുക്കളായ 90% ആളുകൾക്കാണ്ട് കയറാൻ പറ്റിയിരുന്നില്ല. 64 അടി ദൂരെ നിൽക്കുന്നവനെ എൻ്റെ ക്ഷേത്രം എന്ന് പറയുന്നത് എങ്ങനെയാ? ഒരു ക്രിസ്ത്യാനിക്കും മുസ്ലിമിനും ചെല്ലാവുന്ന ദൂരം പോലും ഇവിടുത്തെ ഈഴവനും ദളിതർക്കും ചെല്ലാൻ പറ്റാത്ത ക്ഷേത്രങ്ങളായിരുന്നു ഈ ക്ഷേത്രങ്ങൾ. എല്ലാ ക്ഷേത്രവും, വൈക്കം മാത്രമല്ല, തിരുവിതാംകൂറിൽ 1936 ക്ഷേത്രപ്രവേശനം വിളംബരം വരുന്നതിന് മുമ്പ് 64 അടിയും 32 അടിയും ദൂരെ നിൽക്കണം ഇവരെ, ദളിതരും ഈഴവരും. പിന്നെ അതിലും കണ്ടാൽ പോലും ഇല്ലാത്തവരുണ്ട്. പക്ഷേ അതിനേക്കാൾ അടുത്ത് ക്രിസ്ത്യാനിക്ക് മുസ്ലിമിനും ചെല്ലാൻ ഫലത്തിൽ മതിലിൻ്റെ അടുത്ത് വരെ ചെല്ലാം. ക്രിസ്ത്യാനിക്ക് മുസ്ലിമിനും മതിലിൻ്റെ അടുത്ത് ചെന്നാൽ അയിത്തമില്ല, അകത്ത് കയറുന്നുള്ളൂ. എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനിക്ക് മുസ്ലിമിനും ചെല്ലാവുന്ന സ്ഥലത്ത് പോലും ചെല്ലാൻ കഴിയാതിരുന്ന ഈ വിഭാഗത്തെ ഹിന്ദുവാക്കി മാറ്റി, ഇത് ഹിന്ദുവിൻ്റെ ക്ഷേത്രമാക്കി. അപ്പൊ അതുവരെ അത് ബ്രാഹ്മണരുടെ ക്ഷേത്രമായിരുന്നു. ഞാൻ പറഞ്ഞ ക്ഷേത്രപ്രവേശനം വരെ അത് ബ്രാഹ്മണരുടെ ക്ഷേത്രമാണ്, മേൽജാതിക്കാരുടെ ക്ഷേത്രമാണ്, ബ്രാഹ്മണ്യത്തിന്റെ ക്ഷേത്രമാണ്. അവിടേക്ക് ഇവരെ കൂടി കൊണ്ടുവരാനുള്ളത് ഞാനതിനെ വലിയൊരു നവോത്ഥാന അജണ്ടയായിട്ടൊന്നും കാണുന്നില്ല. അത് ഹിന്ദുമത സംരക്ഷണ അജണ്ടയായിട്ടാണ് കാണുന്നത്. ഹിന്ദുമതത്തിലേക്ക് വന്ന ആളുകൾ വിട്ടുപോകാതിരിക്കാൻ, ഇപ്പൊ അവർക്ക് അല്ലെങ്കിൽ അവർ പള്ളിയിൽ പോകും, അല്ലെങ്കിൽ മോസ്കിൽ പോകും, മതം മാറും, അതുകൊണ്ട് അവരെ ഇങ്ങോട്ട് ചേർക്കണം എന്ന് പറയുന്നത്. അല്ലാണ്ട് ഒരു നവോത്ഥാനമല്ല. നേരെ മറിച്ചിപ്പോൾ ശ്രീനാരായണ ഗുരുദേവനും ഒക്കെ ചെയ്തതൊക്കെ വേറെ സംഗതിയാണ്. അവര് ശ്രീനാരായണ ഗുരുദേവൻ ക്ഷേത്രം പ്രതിഷ്ഠിച്ചെങ്കിലും ഒരിക്കലും ഒരു തരത്തിലുള്ള ബ്രാഹ്മണ്യ ആചാരങ്ങളും ഒരു ക്ഷേത്രത്തിലും അദ്ദേഹത്തിന്റെ ക്ഷേത്രത്തിലില്ല. ഇപ്പൊ വരുന്നുണ്ട്, അത് വേറെ കാര്യം. ഇപ്പൊ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്, ബ്രാഹ്മണരെ പൂജയ്ക്ക് വയ്ക്കുന്ന ശ്രീനാരായണ ക്ഷേത്രങ്ങൾ വരെ വന്നു തുടങ്ങിയിട്ട്. എന്ന് പറഞ്ഞാൽ അത് വേറെ കഥ. ബ്രാഹ്മണ്യം കയറി വീഴുന്നു. അല്ലെങ്കിൽ ശ്രീനാരായണ ഗുരു കണ്ണാടിയോ അല്ലെങ്കിൽ ഒരു കല്ലെടുത്ത് വെച്ച് ഈഴവശിവനെയോ പ്രതിഷ്ഠിക്കുമ്പോൾ ഈഴവശിവൻ ഒറ്റ വാക്ക് വരെ, ഈഴവശിവൻ ഒറ്റ വാക്ക് മതിയല്ലോ ഈ പറഞ്ഞ എല്ലാത്തിനും അടിക്കാൻ. അദ്ദേഹം പൂജ ചെയ്തിട്ടില്ല. അദ്ദേഹം ഒരു പൂജയും ചെയ്തിട്ടില്ല. കല്ലെടുത്ത് വെച്ചത് ദൈവമാണ്, കണ്ണാടി വെച്ചു ദൈവമാണ്, കൈപ്പത്തി വെച്ചു ദൈവമാണ്. അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ദൈവമായിട്ട് ആരാധിക്കാം, വേണമെങ്കിൽ ആരാധിക്കാം, വേണമെങ്കിൽ വേണ്ട. മാത്രമല്ല, ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യന് എന്ന് പറഞ്ഞ അയ്യപ്പനെ തോളത്ത് കൈയിട്ടിട്ടാണ് ശ്രീനാരായണ ഗുരു അവസാനം വരെ നിന്നത്. അയ്യപ്പനെതിരെ ഒരു വാക്ക് പോലും ശ്രീനാരായണ ഗുരു പറഞ്ഞിട്ടില്ല. അയ്യങ്കാളിയുമായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, ഇവിടെ നവോത്ഥാനം എന്ന വാക്കൊന്നും കെ.എസ്. രാധാകൃഷ്ണൻ ഉപയോഗിക്കേണ്ട. ഇത് വേറൊരു ധാരയാണ്. പക്ഷേ കെ.എസ്. രാധാകൃഷ്ണനെ എതിരിടാൻ RSSകാർ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. BJPക്കാർക്ക് ഇതൊരു കഴിച്ചിട്ടിറക്കാനും വയ്യ, മതിരിച്ചിട്ട് തുപ്പാനും വയ്യ എന്നുള്ളതാണ്. ഞാൻ മനസ്സിലാക്കുന്നത് കെ.എസ്. രാധാകൃഷ്ണന് ഈ വാദം പറഞ്ഞുകൊണ്ട് അധികകാലം BJPക്ക് നിൽക്കാൻ പറ്റില്ല. നിങ്ങൾ ആലോചിക്കൂ, തന്ത്രി ജാമ്യത്തിന് ഇറങ്ങുന്നു. തന്ത്രി ആദ്യം പോയി കാണുന്ന ആരാ? സന്ദീപ് വാചസ്പതി എന്ന് പറയുന്ന BJPയുടെ ഇവിടെ മത്സരിച്ച, ഹരിപ്പാട് മത്സരിച്ച സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹം തിരുവല്ലയായിരുന്നു മത്സരിക്കാൻ പോയത്. അപ്പോൾ എന്തേ അത് കാര്യം? തന്ത്രിയെ കുറ്റപ്പെടുത്തരുത്, തന്ത്രിയെ പ്രതിയാക്കരുത് എന്ന് തന്നെയായിരുന്നു BJPയുടെ വാദം. ഇതിൽ പറയുന്ന പ്രധാന കണ്ടൻഷൻ എന്ന് പറയുന്നത്, ഈ തന്ത്രിക്ക് എന്താണ് ഈ പൂജാവിധികളെ പറ്റിയിട്ട് യാതൊരു തരത്തിലുള്ള ജ്ഞാനവും ഇല്ല എന്നുള്ളതാണ്.
എന്താണ് പല മന്ത്രങ്ങളെ പറ്റിയിട്ടും ഒരു ചുക്കും അറിയാൻ പാടില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരാള് അവിടെ പോയിട്ട് പൂജിക്കുക എന്ന് പറയുന്നതിന്റെ ധാർമ്മികപരമായിട്ട് തന്നെ അത് തെറ്റാണ്. പിന്നെ അത് മാത്രമല്ല, ഇവർ കുറെ കാലം ചെയ്തുകൊണ്ടിരുന്ന ജോലി എന്ന് പറയുന്നത് മറ്റു ജോലിയാണ് ഈ തന്ത്രിമാരൊക്കെ. പിന്നീട് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അവിടെ തന്ത്രിയായിട്ട് വരിക ചെയ്തത്. അപ്പൊ അങ്ങനെ ഒരാൾക്ക് എങ്ങനെയാണ് ഒരു മികച്ച ഒരാളായിട്ട് നിലനിൽക്കാൻ പറ്റുക? അല്ല, ഇവിടെ ഒരു ചോദ്യമുണ്ട്. നിങ്ങളുടെ പൂജാവിധികളിലെ ജ്ഞാനമാണോ ഒരാളെ തന്ത്രിയാക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്നു, കേരളത്തിൽ TS ശ്യാംകുമാറിനോളം അത്ര അറിയുന്ന വേറൊരാളില്ല. എനിക്കറിയാം നേരിട്ട്. TS ശ്യാംകുമാർ പഠിച്ചത്ര തന്ത്രവിദ്യ കേരളത്തിലെ ഏതെങ്കിലും ഒരു തന്ത്രി പഠിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കില്ല. അദ്ദേഹം നല്ല പ്രഭാഷകനാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രസംഗവും കേട്ടിട്ടുണ്ട്, അദ്ദേഹം പറയുന്നതും കേട്ടിട്ടുണ്ട്. ഞാനും കുറച്ച് അത്യാവശ്യം ചില തരികിടയൊക്കെ പഠിച്ചിട്ടുള്ള ആളാണ്. ഞാനത് വിട്ട ആളാണ്. ഞാൻ പറഞ്ഞു വന്നു, ഞാൻ പൂജ വെച്ചിട്ടുള്ള ആളാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പക്ഷേ അതല്ലല്ലോ ഇവിടെ ക്രൈറ്റീരിയൻ നിങ്ങളുടെ അറിവല്ലല്ലോ. നിങ്ങളുടെ അറിവാരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ഒരിക്കൽ ഹൈക്കോടതി ചോദിച്ചല്ലോ മോഹൻലാലിനോട്, നിങ്ങളോട് ശരിക്കും ഗായത്രി മന്ത്രം ചെല്ലാൻ നിങ്ങൾക്ക് അറിയാമോ? ശരിക്കും ഗായത്രി മന്ത്രം ചെല്ലാൻ അറിയാത്ത ഒരാളല്ലേ എന്ന് പണ്ട് ഹൈക്കോടതി ഒരു തന്ത്രിയോട് ചോദിച്ചിട്ടുണ്ട്. അപ്പം എന്ന് പറഞ്ഞാൽ അതല്ലല്ലോ ക്രൈറ്റീരിയ. ആ കുടുംബത്തിൽ നിന്ന് ഒരാൾ വേണമെന്നല്ലേ? ആ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണ്യത്തിൻ്റെ അധികാര ഘടന നിലനിർത്തണം എന്ന് തന്നെയാണ് തന്ത്രി എന്ന് പറയുന്ന വാദം. ബ്രാഹ്മണൻ പൂജാരിയാവണം, ബ്രാഹ്മണ കുടുംബത്തിൽ തന്ത്രിയാവണം എന്ന് പറഞ്ഞാൽ അത് ബ്രാഹ്മണ്യത്തിൻ്റെ അപ്പർ ഹാൻഡാണ്. അത് ഇപ്പൊ ഞാനിവിടെ അതല്ലാത്ത ഒരാൾ വരണം, പഠിച്ചിട്ട് വരണം, അബ്രാഹ്മണനായിട്ടുള്ള ഒരാൾക്ക് പഠിച്ചിട്ട് വരാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ പൊളിക്കലാണല്ലോ. അല്ല, ഇതിനെ പൊളിക്കൽ ഒരർത്ഥത്തിലാണ് ഞാൻ സമ്മതിച്ചു. അതാ ഞാൻ പറഞ്ഞ ഒരു പാർഷ്യൽ നവോത്ഥാനാണത്. അല്ലാന്ന് ഞാൻ പറയുന്നില്ല. ഞാനത് അങ്ങനെ വരണം എന്ന് പറയുന്ന ഒരാളാണ്. പക്ഷേ അത് വരാൻ ഇവിടെ സമൂഹത്തിൽ വലിയ തടസ്സം ഉണ്ടാവും. അല്ല, അതിന് മുൻകൈ എടുക്കേണ്ടത് ഇച്ഛാശക്തിയുള്ള ഒരു സർക്കാരാണ്. സർക്കാരൊന്നും എടുക്കില്ല, ഒരു സർക്കാരും എടുക്കില്ല. കാരണം മുമ്പ് സ്ത്രീകളെ കയറ്റാൻ വേണ്ടി സർക്കാർ സുപ്രീം കോടതി വിധി നടപ്പാക്കാൻ പോയ സർക്കാരിൻ്റെ അവസാനത്തെ ഗതി നമുക്കറിയാലോ. അവസാനം ഞങ്ങൾ ചെയ്ത് തെറ്റായിപ്പോയി എന്ന് വീട്ടിൽ കയറി നടന്ന് പറയേണ്ടി വന്നില്ലേ? ഒരു ഇടതുപക്ഷ സർക്കാരിന് കഴിയില്ലെങ്കിൽ പിന്നെ സതീശൻ സർക്കാർ. അതായത് യഥാർത്ഥത്തിൽ ഒരു ജാതി ബോധം നമ്മുടെ സമൂഹത്തിൽ നിലനിർത്തുന്നതിന് പ്രധാന ഉത്തരവാദി എന്ന് പറയുന്നത് ഇവിടെ ഭരിക്കുന്ന സർക്കാരുകൾ കൂടിയാണ്. ഇവിടെ ഗുരുവായൂർ ഇതുവരെ യേശുദാസിനെ പ്രവേശിക്കാൻ പോലും കൂടി സാധിച്ചിട്ടില്ല. അദ്ദേഹം കൃഷ്ണഭക്ത ഗാനങ്ങളൊക്കെ എത്രയോ അധികം പാടുന്നിട്ടുള്ള ഒരാളാണ്. അപ്പോ ജാതി ശ്രേണിയെ ഭയപ്പെടുന്നുണ്ട് സർക്കാരുകൾ, ഏത് സർക്കാരായാലും. ഒരു സംശയമില്ല. ഇപ്പൊ ഞാൻ അത് സർക്കാരിന്റെ കാര്യം നിൽക്കട്ടെ. കേരളത്തിലെ ക്ഷേത്രാചാരങ്ങൾ 100% ജാതിബദ്ധമാണ്. അതിലേക്ക് ഇടയ്ക്കിടയ്ക്ക് ചില സബ്സ്റ്റിറ്റ്യൂഷൻസ് കയറി വരുന്നതാണ്. നേരത്തെ പറഞ്ഞ പോലെ കളി നടക്കുമ്പോൾ ഇടയ്ക്ക് ചില ആൾ കളിക്കാരെ കയറ്റില്ലേ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മെയിൻ 11 എന്ന് പറയുന്നത് ഇവിടുത്തെ ജാതിബോധം തന്നെയാണ്. അതാ ഞാൻ പറഞ്ഞത്, ക്ഷേത്രങ്ങളുടെ അടിസ്ഥാന അവകാശങ്ങൾ ബ്രാഹ്മണ്യത്തിൻ്റെ ക്രമത്തിനധിഷ്ഠിതമാണ്. ഇപ്പോൾ ഇരിങ്ങാലക്കുട അമ്പലത്തിൽ നമുക്ക് ഓർമ്മയുണ്ടാവും, ഒരു എന്താ പറയുക, പാട്ട് പാടാൻ മാല കെട്ടാൻ ഒക്കെ വന്ന ആളുകൾ തന്നെ ഓടിച്ചില്ലേ അവിടുന്ന്. അമ്പലത്തിന് പുറത്തുള്ള പണിയാണ് അത്. ശ്രീകോവിലകത്തിനുള്ള പണിയല്ല, അതിന് പുറത്തുള്ള പണിക്ക് പോലും അബ്രാഹ്മണർ പറ്റില്ല എന്ന് പറഞ്ഞില്ലേ? അത് പറയുന്നവരാണ് നമ്മൾ. ഇപ്പോൾ പഞ്ചവാദ്യം കൊട്ടാൻ അമ്പലത്തിൽ പഞ്ചവാദ്യം കൊട്ടാൻ ആര് വന്നാ? പഞ്ചവാദ്യം കൊട്ടാൻ വന്ന ആളുകൾ അയാൾ മാരാരാണോ നായരാണോ, അത് ഏതുതരം നായരാണ്? അതായത് സാറേ, നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയിൽ നമുക്ക് പ്രാവീണ്യമുണ്ടോ കഴിവുണ്ടോ എന്നുള്ളതല്ല, മറിച്ച് അത് ഏത് ജാതിയാണ് ഞാനെന്നുള്ളതാണ് ആദ്യത്തെ പ്രയോറിറ്റി. അല്ല, അതാണ് ബ്രാഹ്മണ്യം എന്ന് പറയുന്നത്. ബ്രാഹ്മണ്യം എന്ന് പറയുന്നത് ബ്രാഹ്മണന്റെ കാര്യം മാത്രമല്ല. ബ്രാഹ്മണ്യത്തിന്റെ വ്യവസ്ഥ എന്താ? അത് ജന്മനാ നിങ്ങളുടെ പൊസിഷൻ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. അത് ബ്രാഹ്മണന് മാത്രം ബാധകമല്ല, മൊത്തം ജാതി ശ്രേണിയിൽ നിങ്ങളുടെ പൊസിഷൻ, ജന്മന സാമൂഹ്യ അവസ്ഥ, സാമൂഹ്യ പദവി നിങ്ങളുടെ ജന്മന നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു എന്ന വിശ്വാസം. അതാണ് ബ്രാഹ്മണ്യം. അല്ല ബ്രാഹ്മണന്റെ ആധിപത്യം മാത്രമല്ല, ബ്രാഹ്മണൻ വേണമെന്നില്ല. ഇപ്പൊ കേരളത്തിൽ ബ്രാഹ്മണൻ വളരെ കുറവാണ്. ബ്രാഹ്മണനേക്കാളും ബ്രാഹ്മണ്യം കൊണ്ട് നടക്കുന്നത് മറ്റു ജാതിക്കാരാണ്. തീർച്ചയായിട്ടും. ഇപ്പൊ NSS നിങ്ങൾ അഭിപ്രായം ചോദിച്ചു NSSനോട് ഓടിക്കോര്. NSS ഇവിടുത്തെ നമ്പൂരി യോഗക്ഷേമം സമ്മതിച്ചാലും NSS സമ്മതിക്കില്ല. കാരണം എന്താ? അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ അധികാര ഘടന ഈ ജാതിയുമായി ബന്ധപ്പെട്ടതാണ്. ഈ ജാതിയുടെ ഒരു പ്രത്യേകതയും കൂടി പറയാം. ജാതി ഇങ്ങനെ കോണിയാണല്ലോ, മോളിന്ത പട്ടിപടേ. മുകളിലുള്ള ആളെ ബഹുമാനിച്ചാൽ മാത്രമേ താഴെയുള്ള ആളുകൾ എന്നെ ബഹുമാനിക്കൂ. ഞാനിപ്പോൾ 3ാമത്തെ പടിയിലാണ് നിൽക്കണമെങ്കിൽ ഞാൻ 1ഉം 2ഉം പടികളിലുള്ളവരെ ബഹുമാനിച്ചാലേ 4ഉം 5ഉം പടികളുള്ളവരെ എന്നെ ബഹുമാനിക്കും. കാരണം അതാണല്ലോ എൻ്റെ ഇത്. നായർ നമ്പൂതിരിയെ ബഹുമാനിച്ചാലാണ് ഈഴവൻ നായരെ ബഹുമാനിക്കുക. ഇത് ജാതിയെ നിലനിർത്തിയ ഏറ്റവും പ്രധാന ഘടകം ഇതാണ്. ഇത് ശ്രേണീബദ്ധമാണ്. ഈ വിശ്വാസം വന്നു. ഇപ്പോൾ സ്ത്രീകൾക്ക് പ്രവേശിക്കാം, ശബരിമലയിൽ യുവതികൾക്ക് പ്രവേശിക്കാം എന്ന് വന്നപ്പോൾ കേരളത്തിലെ നവോത്ഥാന യുവതികൾ പോലും പോയില്ലല്ലോ. സ്ത്രീകളല്ലേ അതിനെതിരായിരുന്നു ഏറ്റവും കൂടുതൽ. എന്താ കാര്യം? അത്
അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ അപ്പോൾ വിശ്വാസത്തിൻ്റെ ഈ വിശ്വാസം തന്നെയാണ് നേരത്തെ പറഞ്ഞ പോലെ ശബരിമലയിലെ പുണ്യമാണ്. വിശ്വാസം എന്ന് പറഞ്ഞാൽ ദൈവവിശ്വാസം മാത്രമല്ല, ദൈവവിശ്വാസവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സ്ട്രക്ചറുണ്ട്. ആ സ്ട്രക്ചർ മുഴുവൻ ജാതി അടിസ്ഥാനത്തിലാണ് എന്നതാണ്. അത് പൊളിക്കാൻ എത്ര കഴിയും? ശ്രീനാരായണ ഗുരു ജീവിച്ചു പോയിട്ട് 150 വർഷം കഴിഞ്ഞു, അദ്ദേഹത്തിൻ്റെ പ്രതിഷ്ഠ കഴിഞ്ഞിട്ട് 150 വർഷമാകുമ്പോൾ. എന്നിട്ട് പോലും നമ്മുടെ ഉള്ളിൽ ജാതിയുണ്ട്. ഇപ്പൊ വെള്ളാപ്പള്ളിയുടെ ഉള്ളിൽ പോലും ജാതിയുണ്ട്. വെള്ളാപ്പള്ളിയുടെ ഉള്ളിൽ പിന്നെ വെള്ളാപ്പള്ളി നമ്മളൊരു മാതൃകയായിട്ടോ ശ്രീനാരായണ ഗുരുവിൻ്റെ പേര് പറഞ്ഞാൽ ആഴ്ച പറയാൻ പറ്റാത്ത പേരാണ്.